സ്വാഗതം. മൂന്നാം നാൾ പിന്നിട്ടിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കാതിരിക്കുമ്പോഴും ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നു. ശത്രുത അവസാനിപ്പിക്കണമെന്നും ചർച്ചയുടെ പാതയിലേക്ക് തിരികെ വരണമെന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ സമിതി യോഗത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനിടെയാണ് വൈകിയ വേളയിൽ പ്രതികരണം വരുന്നത്. നേരത്തെ റഷ്യ ഉക്രൈൻ സംഘർഷമുണ്ടായപ്പോഴും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷമുണ്ടായപ്പോഴും സ്വീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതെയുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സുരക്ഷാ കാര്യയോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇതിന് അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായി സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനു നേരെ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരുപാട് തവണ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു. മാത്രമല്ല, നരേന്ദ്രമോദി തന്നെ തെഹ്റാനിൽ പോയി ആയത്തുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെയേറെ സൗഹൃദമുള്ള രാഷ്ട്രമായിരുന്നു. ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന രാഷ്ട്രമായിരുന്നു ഇന്ത്യ. എന്നാൽ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം നടത്താൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നത് ഖേദകരം തന്നെയാണ്.